പോയി വന്നു, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പം ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കാൻ പോവാം. വേറെ സവാള വാട്ടിയെടുക്കാൻ കേട്ടാ. സവാള വാട്ടിയെടുത്തു. സവാളയൊക്കെ ഞാൻ വന്നതിന് വിട്ട് ഉമ്മ വാട്ടി കളഞ്ഞു. നമുക്ക് വാട്ടാൻ സാഹചര്യം കിട്ടിയില്ല. അടുത്ത പ്രാവശ്യം വാട്ടാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് സവാള ഒന്ന് വാടട്ടെ കേട്ടോ. അപ്പം ഞങ്ങളങ്ങനെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ റെഡിയായിട്ട് മോളിൽ വിതരണം ചെയ്യാനില്ല കേട്ടോ. അലങ്കാരപ്പണിക്കുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ്. അപ്പോൾ നമ്മൾ കഴിക്കേ ബീഫ് വേവിച്ച വെള്ളാട്ടോ. ഞങ്ങൾ ഒരു പാത്രം വെള്ളത്തോടെ ഒഴിക്കട്ടെ. എൻ്റെ അകത്ത് ആദ്യം ഒഴിച്ച വെള്ളം ഇറച്ചി വേവിച്ച വെള്ളം കേട്ടോ. രണ്ടാമത് പാത്രം കഴിച്ച വെള്ളം. അങ്ങനെ ബീഫ് വേണ്ടുകൊണ്ടിരിക്കണുള്ളൂ കേട്ടോ. ബീഫ് കറിയാവട്ടെ. അപ്പം നമ്മുടെ വെള്ളം തിളച്ചിട്ടാ. അപ്പം നാരങ്ങ നീരോട് ഒഴിച്ചിട്ടുണ്ട്. ഒരു നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട്. ബീഫ് വെച്ച വെള്ളത്തിലായിട്ട് നമ്മൾ ബിരിയാണി വെക്കുന്നത്. ബീഫ് വേവിച്ച വെള്ളത്തിൽ. അപ്പം നമ്മുടെ ചോറ് റെഡി ആയിട്ടാ. നമ്മൾ ദമ്മിടാൻ വേണ്ടി ചോറ് മാറ്റി. നമ്മൾ 6 kg ആട്ടാ. അലങ്കാര വസ്തുക്കൾ ഇടോട്ടാ. അപ്പൊ ബിരിയാണി സെറ്റായി. നമ്മൾ ദമ്മടിക്കാൻ പോട്ടെ. ഇനി കയ്യിൽ നമ്മൾ ദമ്മ വെച്ച് അടച്ച് ബന്ദ്. ബിരിയാണി ദമ്മിട്ട് വെച്ചു. അപ്പൊ അതാരണോണ്ട് ഞാനും മോമോ ഇവിടെ ഇനി റെസ്റ്റ് എടുക്കാൻ പോവാ. എന്റെ മോമോ എന്റെ മക ഇത് മുബാറക്കല്ല. കാലേ കസേര ഒന്ന് കാലേജ് അടിച്ചു മോമോനെ ഇരുത്തിപ്പ. എന്ത് വേദനയാ? നല്ല സുഖമുള്ള വേദന. വലിയ പെരുന്നാൾ വേദന. മോമോനെ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടാ. ബീഫ് ബിരിയാണി കേട്ടോ. അങ്ങനെ ബിരിയാണി വെച്ച് കഴിഞ്ഞു. ഞങ്ങൾ തിന്നാനുള്ള അച്ചാറുണ്ട്, കച്ചമ്പറുണ്ട്, പപ്പടമുണ്ട്. ഇത്രേ ഉള്ളൂ സ്പെഷ്യൽ. മുഹമ്മദേ ചോറുമ്പല്ല. അപ്പോൾ ഞങ്ങൾ ബിരിയാണി നമ്പർ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നോക്കാം. ബീഫേ നല്ലോണം വെന്തിട്ടുണ്ട്. നമ്മൾ എന്താ പൊടിഞ്ഞു പോവാ ബീഫ് വെന്തിട്ട്. അത്ര വേവിച്ചു. ഇങ്ങനെ ടേസ്റ്റൊക്കെ ഇട്ടേട്ടാ. അച്ചാറൊക്കെ ഇട്ട് കച്ചമ്പറ് ഒരു പപ്പടം ഇട്ട് ഈ പപ്പടം
ആദ്യം മോമേനോട് പെരുന്നാളത്തെ ആദ്യത്തെ ചോറ് മോമേന് കൊടുത്തു കേട്ടോ. അപ്പം ഞാനത് നോട്ടെ ടേസ്റ്റ് ഒന്ന്. ഓ ഞാൻ വച്ചുകൊണ്ടാന്ന് പറഞ്ഞു ഭയങ്കര ടേസ്റ്റാണ്. തിന്നിട്ട് പറയാം ബാക്കി. ഓക്കെ, അസ്സലാമു അലൈക്കും.